സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ദമം, ദാനം, ദയ എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. അങ്ങനെ ബ്രഹ്മചര്യവാസം പൂർത്തിയാക്കിയ അവരിൽ ആദ്യമായി ദേവന്മാർ പ്രജാപതിയോട് പറഞ്ഞു, ഭഗവാൻ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശത്തെ നൽകിയാലും. അതുകേട്ട പ്രജാപതി ദേവന്മാരെ അരികിൽ വിളിച്ചിരുത്തി. എന്നിട്ട് ദാ എന്ന ഒരക്ഷരത്തെ മാത്രം ഉപദേശമായി പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഉപദേശിച്ചതിൻ്റെ പൊരുൾ? അപ്പോൾ ദേവന്മാർ നിസ്സംശയം തലയാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കു മനസ്സിലായി. ദമം ശീലിക്കുവാനല്ലേ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞത്? അപ്പോൾ പ്രജാപതി പറഞ്ഞു, അതെ, ശരി തന്നെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയായ വിധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സന്തോഷപൂർവം പോയാലും ദമം ശീലിച്ച് ധന്യരാകുക. അങ്ങനെ പ്രജാപതി അവരെയും അനുഗ്രഹിച്ചയച്ചു. ദേവന്മാർ സുഖലോലുപരാണ്. അവർക്ക് പല ഗുണങ്ങളുമുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് അടക്കമില്ല. സ്വർഗസുഖാനുഭൂതിയിൽ ആമഗ്നരാണവർ. ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവർക്ക് ആത്മജ്ഞാനം അസാധ്യമാണ്. മാത്രവുമല്ല, അത്തരക്കാർ പലവിധ ആപത്തുകളിൽ വീഴുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവർ ആദ്യം ദമം ശീലിക്കണമെന്നാണ് ഉപദേശിച്ചത്. അസുരന്മാർ ക്രൂര സ്വഭാവികളാണ്. സ്വതവേ ദയയില്ലാത്തവരാണ്. അന്യരെ ഉപദ്രവിക്കുന്നതിനും മറ്റുള്ളവരുടെ സ്ഥാനമാനങ്ങൾ കരുത്തുകാട്ടി പിടിച്ചെടുക്കുന്നതിനും വൈമുഖ്യമൊന്നും അവർക്കില്ല. അതുകൊണ്ട് ദാ എന്ന അക്ഷരത്തിന്റെ ഉപദേശത്തിലൂടെ ദയത്വം, അതായത് ദയയുള്ളവരാകുക എന്നാണെന്ന് അസുരന്മാരും മനസ്സിലാക്കി. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രജാപതി ചോദിച്ചു. മനസ്സിലായി. ദയ ശീലിക്കണമെന്നാണ് അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുന്നത്, അവർ ഉത്തരം നൽകി. അതുകേട്ട് പ്രജാപതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ ദയ ശീലിക്കണം. അത് പറഞ്ഞ് പ്രജാപതി അവരെയും അനുഗ്രഹിച്ചയച്ചു. പിന്നീട് ബ്രഹ്മചര്യവാസം കഴിഞ്ഞ് മനുഷ്യർ പ്രജാപതിയെ സമീപിച്ചു. പ്രജാപതി മനുഷ്യർക്കും ദാ എന്ന് ഉപദേശിച്ചു. മനുഷ്യർക്ക് സന്തോഷമായി. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രജാപതി ചോദിച്ചു. ഞങ്ങൾക്കു മനസ്സിലായി. ദാനം പരിശീലിക്കുക. ദാനം മനുഷ്യരെ ശ്രേഷ്ഠരാക്കും. അതുകേട്ട പ്രജാപതി സന്തോഷത്തോടെ അവരെയും അനുഗ്രഹിച്ച് യാത്രയാക്കി. ദമം എന്നു പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളിൽ ആസക്തമായിട്ടിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്നും വൃത്തികളിൽ നിന്നും പിൻവലിച്ച് അന്തർമുഖമാക്കുകയാണ്. ഇന്ദ്രിയ നിഗ്രഹമില്ലാത്ത ദേവന്മാർ ദാ എന്ന് കേട്ടപ്പോൾ ദാമൃത, അതായത് ദമം ശീലിക്കുവിൻ എന്നാണ് പ്രജാപതി ഉപദേശിക്കുന്നത് എന്ന് ധരിച്ചു. സ്വതവേ ദാനവിമുഖരും ലോഭികളുമായതിനാൽ ദത്ത, അതായത് കൊടുക്കുക എന്നാണ് ദാ എന്നതിൻ്റെ അർത്ഥമെന്ന് മനുഷ്യരും മനസ്സിലാക്കി. അവസാനം അസുരന്മാരും ആശ്രമവാസത്തിനു ശേഷം പ്രജാപതിയെ ഉപദേശലബ്ധിക്കായി സമീപിച്ചു. അവർ പ്രജാപതിയോട് അഭ്യർത്ഥിച്ചു, ഭഗവാൻ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശം നൽകി അനുഗ്രഹിച്ചാലും. പ്രജാപതി അവർക്ക് ദ എന്ന അക്ഷരത്തെ ഉപദേശമായി നൽകി. കാമത്തെ ജയിക്കുവാൻ ദമവും, ക്രോധത്തെ ജയിക്കുവാൻ ദയയും, ലോഭത്തെ ജയിക്കുവാൻ ദാനവുമാണ് ശീലിക്കേണ്ടത്. കാമവും ക്രോധവും ലോഭവും ഏതൊരാളെയും നശിപ്പിക്കും. അതുകൊണ്ട് ദ എന്ന് തുടങ്ങുന്ന ഈ മൂന്നും സർവരും അഭ്യസിക്കണം. ഈ കഥ ഇവിടെ അവസാനിച്ചു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ദമം, ദാനം, ദയ, ഇവ മൂന്നും ഒരു സത്യാന്വേഷിക്ക്
അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ശീലങ്ങളാണ്. ഇവ ആധ്യാത്മിക സാധനയുടെ അംഗങ്ങളുമാണ്. ആകാശത്ത് മഴമേഘങ്ങൾ ഗർജിക്കുന്നത് ശ്രദ്ധിക്കുക. ദാ 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 എന്നാണ് മേഘഗർജനം മുഴങ്ങുന്നത്. ദമൃത ദത്ത ദയത്വം എന്നാണ് ഇടിമുഴക്കം വിളംബരം ചെയ്യുന്നത്. ദിവ്യവാക്കുകളാകുന്ന ദമം, ദാനം, ദയ ഇവയെയാണ് ആകാശത്ത് നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്.